everyone, welcome back to our YouTube channel School Diaries. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിൻ്റെ EVSൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 25 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്ക് വീതമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിനൽ എക്സാമിനേഷന് ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാ കുട്ടികളും നോക്കുക. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. ഉത്തരം വേണ്ടുന്നവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് ചോദ്യ നമ്പർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ്സ് ഫൈൻഡ് ദ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, Nilagiri Hills got its name because of the dash plant. Option A Neelamari, Option B Neelakurinji, Option C Neelathamara, Option D Neelakolambi. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് നീലക്കുറിഞ്ഞിക്ക് ആ പേര് കിട്ടാൻ കാരണമായിട്ടുള്ള പ്ലാന്റിൻ്റെ പേര് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷനിൽ ഉത്തരമുണ്ട്, എഴുതാം. ദെൻ ബി ക്വസ്റ്റ്യൻ, curved long beak, sharp claws, immense eyesight, whose features are these? Option A crow, B eagle, C crane, D parrot. അപ്പോൾ curved long beak, sharp claws, immense eyesight, ഇതൊക്കെ ഏത് ക്രീച്ചറിൻ്റെ പ്രത്യേകതയാണെന്നാണ് ചോദ്യം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, നമ്മുടെ നോട്ടിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ദെൻ സി ക്വസ്റ്റ്യൻ, ദ ലാർജസ്റ്റ് ക്രീച്ചർ ഇൻ ദ വേൾഡ് ഈസ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? എ എലിഫന്റ്, ബി സ്നേക്ക്, സി ജിറാഫ്, ഡി ബ്ലൂ വെയിൽ. ഫൈൻഡ് ദ ഓഡ് വൺ. എ മൈന, ബി കൗ, സി സ്നേക്ക്, ഡി ഡോഗ്. അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രീച്ചേഴ്സ് ഈറ്റ് ഓൺലി വെജിറ്റേറിയൻ ഫുഡ്. ഇപ്പോൾ താഴെ തന്നതിൽ ഏതാണ് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്നത്? ഓപ്ഷൻ എ ഫ്രോഗ്, ഓപ്ഷൻ ബി ലിസാർഡ്, ഓപ്ഷൻ സി മംഗൂസ്, ഓപ്ഷൻ ഡി ഗോട്ട്. ഇനി ആക്ടിവിറ്റി 2, ഡു യു നോ അസ്. നോക്കാം. ഇതിൽ നമുക്ക് ക്രീച്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. പിന്നെയോ മൂവ്മെൻറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബോഡി ഫീച്ചറുമാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ക്രീച്ചർ ഫിഷാണ്, അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബോഡി ഫീച്ചർ ഏതാണെന്ന് എഴുതാം. പിന്നെ ഹോഴ്സ്, സ്നേക്ക്, ഡക്ക്. അപ്പം ഈ 4 എണ്ണത്തിന് മൂവ്മെൻറ്റും സഞ്ചാര രീതി അതുപോലെ തന്നെ അതിൻ്റെ ബോഡി ഫീച്ചേഴ്സും കൂടി എഴുതി വെക്കുക. ഇതിന് 5 മാർക്കാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. സവിശേഷത എഴുതാൻ. വാട്ട് ഡു സ്പിനാച്ച്, മാംഗോ ട്രീ ആൻഡ് ഹിബിസ്കസ് ഹാവ് ടു സേ അബൌട്ട് ക്ലാസിഫൈങ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സ്പിനാച്ചിനും മാംഗോനും അതുപോലെ തന്നെ ഹിബിസ്കസിനും അവരുടെ ഈ പ്ലാന്റ്സിനെ കാറ്റഗറി ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച്, അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അപ്പം നമുക്കറിയാം ഈ 3 നമുക്കിപ്പോൾ തന്നിട്ടുള്ള പ്ലാന്റ്സും എന്താണ്, 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെ കാണിക്കുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണ് ഇതിൽ എഴുതേണ്ടത്. ഇപ്പോൾ സ്പിനാച്ചിൻ്റെത് എഴുതാം, മാംഗോ ട്രീയുടെ എഴുതാം, ഹിബിസ്കസിൻ്റെ എഴുതാം. അപ്പോൾ പിന്നെ അവർ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, ഇനി ആ ഗ്രൂപ്പിൽ വരുന്ന പ്ലാന്റ്സിനുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കവിടെ എഴുതേണ്ടത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ വീഡിയോ ഒന്ന് കാണാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഗ്രോയിങ് ഏരിയ. അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്ലാന്റ്സിനെ അതിൻ്റെ ഗ്രോയിങ് ഏരിയ ഏത് ഭാഗമാണ് നടുക എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്ന പ്ലാന്റ്സിനെ സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത്, റൂട്ടിൽ നിന്നുണ്ടാവുന്നത്, സീഡിൽ നിന്നുണ്ടാവുന്നത്, ലീഫിൽ നിന്നുണ്ടാവുന്നത് എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ സ്പിനാച്ച്, ലേഡീസ് ഫിംഗർ, മുരിങ്ങ, യാം, ബനാന, തേക്ക്, ടാപ്പിയോക്ക, നിശാഗന്ധി, കറി ലീഫ്, കടപ്ലാവ്, കോക്കനട്ട് ട്രീ, പാഡി, തുളസി, ടമറിൻറ്റ്, മാംഗോ ട്രീ, ഹിബിസ്കസ്, റോസ്, കുക്കുംബർ. ഇത്രയുമാണ് നമ്മുടെ പ്ലാന്റ്സ്. അപ്പോൾ അത് ഓരോന്നും
ഏത് ഗ്രൂപ്പിലാണ് വരിക എന്നൊന്ന് നോക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ പാഠത്തിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തതാണ്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, ബെനഫിറ്റ്സ് ഓഫ് ദ ഫോളോയിങ് ക്രീച്ചേഴ്സ്. അപ്പോൾ താഴെ തന്നിട്ടുള്ള ക്രീച്ചേഴ്സിൻ്റെ ബെനഫിറ്റ് അത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഹെന്നിൻ്റെയും അതുപോലെ തന്നെ ഡോഗിൻ്റെയും. ദെൻ സി, ഫിൽ ദ ഗ്യാപ്സ് ഇൻ ദ ബട്ടർഫ്ലൈസ് ലൈഫ് സൈക്കിൾ. അപ്പോൾ ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഒരു 2 ഭാഗമാണ് എഴുതാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഭാഗം എന്നുള്ളത് ഫില്ല് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ വിട്ടുപോയ 2 ഭാഗങ്ങളുണ്ട്, പ്യൂപ്പയും ലാർവയും തന്നിട്ടുണ്ട്. അപ്പോൾ വിട്ടുപോയ ഭാഗം ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി 4-ന് 3 ക്വസ്റ്റ്യൻസാണ് ഈ ആക്ടിവിറ്റി 4-നകത്തുള്ളത്. അതിന് 5 മാർക്കാണ് ടോട്ടൽ ആക്ടിവിറ്റി 4-ന് വരുന്നത്. ദെൻ 5th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 5 മാർക്കിൻ്റെ ചോദ്യമാണ്, വാട്ടർ ലൈഫ് ഗിവിങ്. വി ഹാവ് ലേൺ ദാറ്റ് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ ഈസ് പ്രഷ്യസ്, ബട്ട് there are people who pollute and waste water in various way. Prepare a poster showing the need of saving water. അപ്പം നമുക്കറിയാം വെള്ളം അമൂല്യമാണ് അല്ലേ, ഇറ്റ് ഈസ് പ്രഷ്യസ്. പക്ഷേ എന്താ, പീപ്പിൾ ആർ പൊല്യൂട്ടിങ് ആൻഡ് വേസ്റ്റിംഗ് വാട്ടർ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മോശമാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം കാണിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. 25 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നമുക്ക് പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കാനുണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരീക്ഷ ഒന്ന് എഴുതി നോക്കുക, മാർക്കിടുക, മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ ഏതെങ്കിലും ചോദ്യം വിഷമമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.